സോ അടുത്ത ടോപ്പിക്കാണ് പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ ഫോർ ഇ കൊമേഴ്സ്. ഒന്നാമത്തെയാണ് സെല്ലിംഗ് ഓഫ് കമ്മോഡിറ്റി ഐറ്റംസ്. കമ്മോഡിറ്റി ഐറ്റം ഈസ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിസ്റ്റിംഗ്വിഷ് ഫ്രം ദി സെയിം പ്രൊഡക്ട്സ് ഓർ സർവീസ് പ്രൊവൈഡ് ബൈ അതർ സെല്ലേഴ്സ്. ഇപ്പോൾ കമ്മോഡിറ്റി ഐറ്റംസ് അല്ലേ, സെല്ലിംഗ് ഓഫ് കമ്മോഡിറ്റി ഐറ്റംസ്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ്, സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു ഉപ്പ് വാങ്ങിയാലും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ കടയിൽ പോയി ഒരു ഉപ്പ് വാങ്ങിയാലും ഈ ഉപ്പ് എന്ന് പറയുന്ന സാധനം എന്താണ്, ഒന്നായിരിക്കും. പക്ഷേ നമ്മൾ പോയി വാങ്ങുന്ന കടയിലെ അതിന് ചാർജ് ചെയ്യുന്ന വിലയിൽ എന്താണ്ടാവും, വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പം എന്താണ്, ആ ഉൽപ്പന്നം എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെയാവും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. കമ്മോഡിറ്റി ഐറ്റം ഈസ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിസ്റ്റിംഗ്വിഷ് ഫ്രം അതർ പ്രൊഡക്ട്സ് ഓർ സർവീസ് പ്രൊവൈഡ് ബൈ അതർ സെല്ലർ അല്ലേ. ഒരാൾ വിൽക്കുന്ന അതേ സാധനം തന്നെയായിരിക്കും മറ്റാൾ വിൽക്കുന്നത്. അതിനെ നമുക്ക് വേർതിരിക്കുവാനായി കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് എന്താണ്, ഒരു ഉപ്പ് അല്ലേ, ഒരു ഉപ്പ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഏത് കടയിൽ പോയി വാങ്ങിയാലും ഉപ്പ് ഒന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ പൊടിയുപ്പ് നമ്മൾ വാങ്ങുകയാണ് അല്ലെങ്കിൽ കല്ലുപ്പ് വാങ്ങുകയാണ്, കല്ലുപ്പും പൊടിയുപ്പും എല്ലാ കടയിലും ഒന്ന് തന്നെയായിരിക്കും. അത് ഏത് സെല്ലറാണെങ്കിലും ഒരേ സാധനം തന്നെയാണ് ഉപ്പ് എന്ന് പറഞ്ഞിട്ട് വിൽക്കുക. പക്ഷേ അതെന്താണ്, അത് നമുക്കങ്ങനെ വേർതിരിക്കുവാനായി പറ്റില്ല. അത് വേർതിരിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടെ പറയുന്ന ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്, ബുക്സ്, CDs അല്ലേ. ഇപ്പോൾ ബുക്കുകൾ, അതുപോലെ തന്നെ CD-കൾ, ഡ്രസ്സിങ്ങിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ്. ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഗുഡ്സ്, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇൻഫോർമേഷൻ ബേസ്ഡ് പ്രൊഡക്ട്സ് എന്താണ്, ദി ഇൻ്റർനെറ്റ് ഈസ് പ്രൈമർലി യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ്, എൻ്റർടൈൻ, എഡ്യൂക്കേറ്റ് ആൻഡ് റിസർച്ച്. ഇൻഫോർമേഷൻ ഇൻറ്റൻസീവ് പ്രൊഡക്ട്സ് സച്ച് ആസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർസ്, ബുക്സ്, travels, consumer electronics, magazine subscriptions are the most popular online products at present. എന്താണ്, അതായത് ഇൻഫോർമേഷൻ സംബന്ധമായ ഉൽപ്പന്നങ്ങൾ, അതായത് ഇപ്പോൾ കമ്പ്യൂട്ടർ ആൻഡ് സോഫ്റ്റ്വെയർ അല്ലേ, അതുപോലെ തന്നെ ബുക്സ്, ട്രാവൽ, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അല്ലേ. ഇപ്പോൾ മൊബൈൽ ഫോണ് നമ്മൾ ഓൺലൈൻ വഴി വാങ്ങാറുണ്ട്, പിന്നെ ലാപ്ടോപ്പ് വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി വാങ്ങാം അല്ലേ. അങ്ങനെ ഇൻഫോർമേഷൻ ബേസ്ഡ് പ്രൊഡക്ട്സ് നമ്മൾ എന്താണ്, പല ഇൻഫോർമേഷൻ സംബന്ധമായ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇ കൊമേഴ്സിലൂടെ വാങ്ങുവാനായി പറ്റുന്നു. അടുത്താണ് ഹൈ വാല്യൂ പ്രൊഡക്ട്സ് അല്ലേ. എന്താണ്, കസ്റ്റമേഴ്സ് അങ്ങനെ എന്താണ്, ചെറിയ വാല്യൂ ഉള്ള ഉൽപ്പന്നങ്ങൾ അങ്ങനെ പൊതുവേ കടയിൽ പോയി വാങ്ങാറില്ല അല്ലേ. ഇപ്പോൾ പച്ചക്കറി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഓൺലൈൻ വഴി വാങ്ങാൻ ശ്രമിക്കാറില്ല. വാച്ച് അല്ലെങ്കിൽ ഫോണ്, അതല്ലെങ്കിൽ മറ്റ് ഗാഡ്ജറ്റ്സുകൾ, അല്ലെങ്കിൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആക്സസറീസ്, ഇതൊക്കെയാണ് നമ്മൾ കടയിൽ പോയി ഒരു കസ്റ്റമർ വാങ്ങാറുള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹൈ വാല്യൂ പ്രൊഡക്ട്സ്. അതാണ് സർവീസ്. ഇപ്പം എന്താണ്, ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇ കൊമേഴ്സ് ഈസ് ഹൈലി സ്യൂട്ടബിൾ ഇൻ സർവീസ് ഇൻഡസ്ട്രി സച്ച് ആസ് എയർ ട്രാവൽ ആൻഡ് ഹോട്ടൽ റിസർവേഷൻ സർവീസസ്. എന്താണ്, സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്, ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക മുതലായ കാര്യങ്ങൾക്കും എന്താണ്, ഇ കൊമേഴ്സ് ഉപയോഗിക്കുന്നു. അടുത്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഇ കൊമേഴ്സ് എന്താണ്, നിക്ഷേപങ്ങൾക്ക് വേണ്ടി പല സാധ്യതകൾ കാണിക്കുന്നു, അല്ലെങ്കിൽ പല അവസരങ്ങൾ നമുക്ക് തരുന്നു. ഇപ്പോൾ എന്താണ്, മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്ക് അല്ലേ, സ്റ്റോക്ക് മാർക്കറ്റിംഗ് അല്ലേ, അത്തരം കാര്യങ്ങളൊക്കെ, അത്തരം നിക്ഷേപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നമുക്ക് ഇ കൊമേഴ്സ് നൽകുന്നു. പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ ഫോർ ഷിപ്പിംഗ് അല്ലേ, നമുക്ക് എളുപ്പം എത്തിക്കുവാൻ പറ്റുന്ന, അല്ലെങ്കിൽ എളുപ്പം
എളുപ്പം നമുക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താണ് എത്തിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ ഓൺലൈൻ വഴി നമുക്ക് വാങ്ങുവാനായി പറ്റുള്ളൂ അല്ലേ. നമുക്ക് എളുപ്പം എത്തിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് പൊതുവെ ആളുകൾ ഓൺലൈൻ വഴി വാങ്ങുക അല്ലേ. ഇപ്പോൾ വലിയ വലിയ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ എന്താണ് ഒരു അലമാരയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീനോ ഒന്നും ഓൺലൈൻ വഴി വാങ്ങാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഓൺലൈൻ വഴി വാങ്ങുകയാണെങ്കിൽ തന്നെ എന്തായിരിക്കും, ഇപ്പോൾ അതിന് ഷിപ്മെൻറ്റ് കോസ്റ്റ് കുറച്ച് കൂടും അല്ലേ. അതാണ് അത് ആ സാധനം കൊണ്ടുവന്ന് അല്ലേ അതിൻ്റെ ഇറക്കുമതിക്ക് ഒരുപാട് ചിലവ് വരും. So that's product suitable for shipping. And a strong brand identity അല്ലേ. Product that has strong brands such as Nokia, Nike or Sony is easier to sell over the web than unbranded item അല്ലേ. ഇപ്പോൾ ഏതൊരു ഉൽപ്പന്നത്തിനാണെങ്കിലും ഒരു ബ്രാൻഡഡ് ഐറ്റം ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഫോണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഐഫോൺ എന്ന് പറഞ്ഞാൽ അത്രയും ബ്രാൻഡുള്ളൊരു ഫോണാണ്. അപ്പോൾ അത്തരം ബ്രാൻഡഡ് ഐറ്റംസിനായിരിക്കും ആളുകൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. അടുത്താണ് സ്റ്റാൻഡേർഡ് and non-perishable goods. E-commerce is more suitable for selling standard and non-perishable goods. Today, most of the customers are well aware of standard products and hence they buy such products online. Similarly, goods that easily perishable is not an option for e-commerce. Standard and non-perishable goods. സ്റ്റാൻഡേർഡ് ആൻഡ് നോൺ പെരിഷബിൾ ഗുഡ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇ കൊമേഴ്സിലൂടെ നമ്മൾ പ്രധാനമായും എന്താണ് നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല അത്രയും ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ പെരിഷബിൾ ഗുഡ്സും നോൺ പെരിഷബിൾ ഗുഡ്സും. നോൺ പെരിഷബിൾ ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പെട്ടെന്ന് കേടുവരാത്ത ഗുഡ്സ്, അത്രയും സ്റ്റാൻഡേർഡുള്ള പെട്ടെന്ന് കേടുവരാത്ത ഉൽപ്പന്നങ്ങൾ വേണം നമ്മൾ ഈ കൊമേഴ്സിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട്. അടുത്തതാണ് ഫിസിക്കൽ ഇൻസ്പെക്ഷൻ. ദി പ്രൊഡക്റ്റ് വിച്ച് റിക്വയർ ക്ലോസ് ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ബിഫോർ പർച്ചേസ് സച്ച് ആസ് ഹൈ ഫാഷൻ ക്ലോത്തിങ്, antiques or perishable food products are not suitable in e-commerce. അതെ, എന്താണ് ഒരു സൂക്ഷ്മമായ പരിശോധന വേണ്ട ഉൽപ്പന്നങ്ങൾ, അതായത് എന്താണ് ഹൈ ഫാഷൻ ക്ലോത്തിങ്, അതുപോലെ തന്നെ പെരിഷബിൾ ഫുഡ് പ്രൊഡക്ട്സ് അല്ലേ. പെരിഷബിൾ ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ പാല്, പച്ചക്കറി അല്ലേ, ഇതൊക്കെ കേടുവന്ന് പോകാവുന്ന വസ്തുക്കളാണല്ലേ. ഇപ്പോൾ പാലൊക്കെ ആണെങ്കിൽ പിരിയാം, പച്ചക്കറി ആണെങ്കിൽ ചെയ്യാം. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ കൊമേഴ്സിൽ ഉപയോഗിക്കാൻ. പച്ചക്കറി പോലെ പാല് പോലുള്ള പെരിഷബിൾ ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരുന്ന ഉൽപ്പന്നങ്ങളോ, ഹൈ ഫാഷൻ ക്ലോത്തിങ് പോലെ ആൻറ്റീക്ക് അല്ലേ. ആൻറ്റീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻറ്റീക്സ് എന്ന് പറഞ്ഞാൽ ഒരു പുരാവസ്തു അല്ലേ, പുരാവസ്തു പോലത്തെ സാധനങ്ങൾ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ഈ കൊമേഴ്സിലൂടെ വിൽക്കുവാനായി പാടില്ല. നമ്മൾ നോൺ പെരിഷബിൾ ആയിട്ടുള്ള, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡും നോൺ പെരിഷബിളുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ വിൽക്കുവാനായി പാടുള്ളൂ. അടുത്തതാണ് പെർമിസിബിൾ അണ്ടർ ലോ. അതിലെന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ രാജ്യത്തും അവരുടെ നിയമം അനുസരിച്ച് വിൽക്കുവാൻ പാടുന്ന ഉൽപ്പന്നങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു രാജ്യത്ത് ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണോ വിൽക്കുവാനായി പാടുന്നത്, ഒരു രാജ്യത്ത് നിയമമനുസരിച്ച് ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ വിൽക്കാമോ അത് മാത്രമേ വിൽക്കുവാനായി പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ സെയിൽ ഓഫ് ലിക്കർ ഓർ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ആർ നോട്ട് പെർമിസിബിൾ വിത്തൗട്ട് ലൈസൻസ്. എന്താണ്, ഇപ്പോൾ ഇന്ത്യയിൽ തോക്കോ മദ്യമോ ഒന്നും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ലൈസൻസ് ഇല്ലാതെ വിൽക്കുവാനായി പാടില്ല. അതുപോലെ പിന്നെ ഡ്രഗ്സ് അല്ലേ, മയക്കുമരുന്ന് പോലത്തെ ഉൽപ്പന്നങ്ങൾ, മയക്കുമരുന്ന് പോലുള്ള ഉൽപ്പന്നങ്ങളും നമ്മൾ എന്താണ് ട്രേഡ് ചെയ്യാനായി പാടില്ല, കാരണം അത് നമ്മുടെ നാട്ടിൽ ഇല്ലീഗലാണ്. സോ ഇതൊക്കെയാണ് എന്താണ് 10 പ്രൊഡക്ട്സ്
10 കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് ദാറ്റ് ആർ സ്യൂട്ടബിൾ ഫോർ ഇ കൊമേഴ്സ്. ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് കമ്മോഡിറ്റി ഐറ്റംസ്. കമ്മോഡിറ്റി ഐറ്റംസ് നമ്മൾ പറഞ്ഞു എന്താണ്, ഇപ്പോൾ എന്താണ് അതെ നമുക്ക് ഓരോ സെല്ലറിൻ്റെയും കയ്യിലുള്ള ആ പ്രൊഡക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് കമ്മോഡിറ്റി ഐറ്റംസ് എന്ന് പറയുന്നത്. ഇൻഫോർമേഷൻ ബേസ്ഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ വിവരസംബന്ധമായ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ, ബുക്സ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് പോലുള്ള ഉൽപ്പന്നങ്ങൾ. അടുത്താണ് ഹൈ വാല്യൂ പ്രൊഡക്ട്സ്. നമ്മൾ ചെറിയ ചെറിയ വാല്യൂ ഉള്ള സാധനങ്ങളൊന്നും നമ്മൾ ഓൺലൈൻ വഴി വാങ്ങില്ല. ഇപ്പോൾ ഇപ്പോൾ ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എലിവേഷോ ഒന്നും നമ്മൾ ഓൺലൈൻ വഴി വാങ്ങില്ല. നമ്മൾ വലിയ വലിയ പ്രൊഡക്ട്സ് അല്ലേ, വാച്ച്, ഫോണ് മുതലായ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഓൺലൈൻ വഴി വാങ്ങാനായിട്ട് ശ്രമിക്കുള്ളൂ. പിന്നെ സർവീസ് ഇപ്പോൾ സർവീസിൽ പറയുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ് മുതലായ ബസ് ടിക്കറ്റ് മുതലായ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനായി സാധിക്കുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഒക്കെ പോലുള്ള നിക്ഷേപ മാർഗങ്ങൾ ഇ കൊമേഴ്സ് ഇ കൊമേഴ്സിൻ്റെ കീഴിലുണ്ട്. അതുപോലെ പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ ഫോർ ഷിപ്പിംഗ്. നമുക്കെന്താണ് എളുപ്പം ഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ, എളുപ്പം ഇറക്കുമതി ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഓൺലൈൻ വഴി പൊതുവെ ആളുകൾ വാങ്ങുക. വലിയ വലിയ ഉൽപ്പന്നങ്ങളൊക്കെ ഇപ്പോൾ അലമാര, വാഷിംഗ് മെഷീൻ പോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഷിപ്പ് ചെയ്യണമെങ്കിൽ, ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഒരുപാട് ചിലവ് വരും. അടുത്ത സ്ട്രോങ് ബ്രാൻഡ് ഐഡൻറ്റിറ്റി. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു ഐഫോൺ പോലത്തെ അത്രയും ബ്രാൻഡ്, അപ്പോൾ ഐഫോൺ എന്ന് പറയുന്ന ഫോണിലെ തന്നെ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ഫോൺ ആണ്. അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റിലും അതിൻ്റേതായ ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം ഐറ്റംസ് ആയിരിക്കും കൂടുതലും എന്താണ് ഓൺലൈൻ വഴി വിറ്റ് പോവുക. അതുപോലെ സ്റ്റാൻഡേർഡ് ആൻഡ് നോൺ പെരിഷബിൾ ഗുഡ്സ്. നല്ല സ്റ്റാൻഡേർഡുള്ള, നല്ല ക്വാളിറ്റിയുള്ള, അതുപോലെ തന്നെ പെട്ടെന്ന് കേടുവരാത്ത ഉൽപ്പന്നങ്ങൾ. പാല്, പച്ചക്കറി പോലുള്ള ഉൽപ്പന്നങ്ങളൊന്നും പറ്റില്ല. പെട്ടെന്ന് കേടുവരാത്ത ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇ കൊമേഴ്സ് വഴി വിൽപ്പന നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫിസിക്കൽ ഇൻസ്പെക്ഷൻ. വളരെയധികം ഒരു സൂക്ഷ്മമായ ഒരു പരിശോധന ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിൽക്കുവാനായി സാധിക്കില്ല. ഹൈ ഫാഷൻ ക്ലോത്തിങ്. ഇപ്പോൾ വലിയ വലിയ ഗൗണുകളും ഇപ്പോൾ വിവാഹ ഡ്രസ്സുകളൊക്കെ പോലത്തെ വലിയ വലിയ ഡ്രസ്സുകളൊന്നും നമുക്ക് അത്രയും ഫാഷൻ ക്ലോത്ത്സ് ഒന്നും ഓൺലൈൻ വഴി വാങ്ങുവാനായി പറ്റില്ല. അതുപോലെ തന്നെ പുരാവസ്തുക്കളൊന്നും അങ്ങനെ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ പെരിഷബിൾ ഗുഡ്സ്. ഇപ്പോൾ പാല്, പച്ചക്കറി പോലത്തെ പെരിഷബിൾ ഗുഡ്സും പറ്റില്ല. അതൊന്നും ഇ കൊമേഴ്സിൽ അനുയോജ്യമല്ല. അടുത്തതാണ് പെർമിസിബിൾ ഉണ്ടല്ലോ. നിയമപ്രകാരം വിൽക്കുവാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ, ഒരു രാജ്യത്തെ നിയമം അനുവദിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ ഓൺലൈൻ വഴി വിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. സോ ഇതൊക്കെയാണ് 10 കഴിഞ്ഞ പ്രൊഡക്ട്സ്. എന്തൊക്കെയാണ് നമുക്കൊന്നുകൂടി നോക്കാം. സെല്ലിംഗ് ഓഫ് കമ്മോഡിറ്റി ഐറ്റംസ്, അതുപോലെ തന്നെ എന്താണ് ബ്രാൻഡഡ് ഐറ്റംസ്, അതുപോലെ മൂന്നാമത് പിന്നെ വരുന്ന എന്താണ് സർവീസസ്, പിന്നെ പെർമിസിബിൾ അണ്ടർ ലോ, ഫിസിക്കൽ ഇൻസ്പെക്ഷൻ, പിന്നെ ഹൈ വാല്യൂ പ്രൊഡക്ട്സ്, ഇൻഫോർമേഷൻ ബേസ്ഡ് പ്രൊഡക്ട്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ ഫോർ ഷിപ്പിംഗ്, സ്ട്രോങ് ബ്രാൻഡ് ഐഡൻറ്റിറ്റി, സ്റ്റാൻഡേർഡ് ആൻഡ് നോൺ പെരിഷബിൾ ഗുഡ്സ്. ഇതൊക്കെയാണ് പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ ഫോർ ഇ കൊമേഴ്സ്. സോ താങ്ക് യു.